മാതൃഭൂമി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ദേവസ്വം ബോർഡുകളിലേക്കും. 2019ലെയും 2025ലെയും ദേവസ്വം ബോർഡിനെയും ബോർഡ് അംഗങ്ങളുടെയും ചോദ്യം ചെയ്യും. രണ്ടു കാലത്തെയും പ്രസിഡന്റുമാർക്കെതിരെയും SITയുടെ അന്വേഷണം ശക്തമാക്കി. തെളിവ് ശക്തമായാൽ രണ്ട് പ്രസിഡന്റുമാരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വാധീനമുണ്ടാക്കിയത് തന്ത്രി കുടുംബത്തെ മറയാക്കിയെന്നും കണ്ടെത്തൽ. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. അനന്തൻ, ബോർഡ് ഉന്നത ഉദ്യോഗസ്ഥരിലേക്കും അതിനൊപ്പം തന്നെ ബോർഡ് അംഗങ്ങളിലേക്കും ബോർഡ് പ്രസിഡന്റുമാരിലേക്കും അങ്ങനെ ക്രമാനുഗതമായ അന്വേഷണത്തിന്റെ പുരോഗതി ദൃശ്യമാവുകയാണോ? മധു, ശബരിമലയിൽ 2019ലും 2025ലും നടന്നത് സ്വർണ്ണക്കൊള്ളയാണ് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ കൊള്ള നടന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ കൊള്ള ചെയ്ത തൊണ്ടിമുതലിൽ ഒരു ഭാഗം കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി കൊള്ളയ്ക്ക് കൂട്ടുനിന്നവർ ആരൊക്കെ എന്ന ഘട്ടത്തിലേക്കാണ് അന്വേഷണം നീങ്ങുന്നത്. അത് ഉറപ്പായും ദേവസ്വം ബോർഡിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. ദേവസ്വം ബോർഡിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായ മുരാരി ബാബു ഈ കേസിൽ അറസ്റ്റിലായി SITയുടെ കസ്റ്റഡിയിലാണ്. അയാളെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ആ ചോദ്യം ചെയ്യലിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 14 ദിവസത്തെ കസ്റ്റഡി ചോദ്യം ചെയ്യലിലും നിർണായകമായ ഒരുപാട് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതിൽ ദേവസ്വം ബോർഡിന്റെ അനുമതിയോടുകൂടിയാണ് 2019ലും 2025ലും ശബരിമല സന്നിധാനത്തെ സ്വർണ്ണ ഉരുപ്പടികൾ പുറത്തേക്ക് കൊണ്ടുപോയതെന്നുള്ളത് SIT കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കൊള്ളയ്ക്ക് കൂട്ടുനിന്നതാണോ ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ അന്വേഷണം. 2019ലെ ബോർഡിന്റെ പ്രസിഡന്റ് A പത്മകുമാറും ഇപ്പോഴത്തെ പ്രസിഡന്റ് PS പ്രശാന്തും അങ്ങനെ കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകാൻ ഹൈക്കോടതി അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ അറസ്റ്റ് പോലുള്ള നടപടികളിലേക്ക് പോകണമെങ്കിൽ ദേവസ്വം ബോർഡ് ഉന്നതർക്കെതിരെ അത്തരം നടപടികൾ എടുക്കണമെങ്കിൽ കൃത്യമായ തെളിവ് വേണം. ആ തെളിവ് കണ്ടെടുക്കാനുള്ള ഒരു അന്വേഷണത്തിലാണ് ഇപ്പോൾ SIT ഉള്ളത്. അതിന്റെ ഭാഗമായി ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് അടക്കം ഈ കാലഘട്ടത്തിലെ മിനിറ്റ്സ് അടക്കം പരിശോധിക്കുകയാണ്. ആ മിനിറ്റ്സിൽ അത്തരമൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എങ്കിൽ ഉറപ്പായും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകുമെന്ന് തന്നെയാണ് SIT വ്യക്തമാക്കുന്നത്. പക്ഷേ കോടതി കർശനമായ നിലപാടെടുത്തിരിക്കുന്നു. അവർ കുറ്റക്കാരാണെങ്കിൽ അറസ്റ്റ് ചെയ്തോളൂ എന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ അതിന് കൃത്യമായ തെളിവ് ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം. അതിനൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി വലിയ പ്രബലനായി മാറിയത് തന്ത്രി കുടുംബവുമായുള്ള പരിചയം അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇതര സംസ്ഥാനങ്ങളിലെ ധനികരായ അയ്യപ്പ ഭക്തരെയും ഒപ്പം തന്നെ ദേവസ്വം ബോർഡിലെ ഉന്നതരുമായിട്ടൊക്കെ സൗഹൃദങ്ങൾ ഉണ്ടാക്കിയതെന്നും SIT കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 14 ദിവസത്തെ കസ്റ്റഡി കാലാവധി അവസാനിച്ചിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈഞ്ചക്കലിലെ ഓഫീസിൽ നിന്ന് ഇപ്പോൾ റാന്നി കോടതിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. രണ്ടാമത്തെ സ്വർണ്ണ വാതിൽ തട്ടിയെടുത്ത കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തും എന്നാണ് നേരത്തെ അറിഞ്ഞിരുന്നത്. അത് സംബന്ധിച്ച് അല്പസമയത്തിനകം വിവരം ലഭിക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ റിമാൻഡ് റിപ്പോർട്ട് സഹിതമായിരിക്കും ഇപ്പോൾ റാന്നി കോടതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഹാജരാക്കുക. ആ റിമാൻഡ് റിപ്പോർട്ട് അങ്ങനെ ഒരു അറസ്റ്റ് എന്ന കടുത്ത നടപടികളിലേക്കൊക്കെ പോവുകയാണെങ്കിലും നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾക്ക് ശേഷമായിരിക്കുമല്ലോ. അത് എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഒരു പക്ഷേ നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തി തന്നെയാകും അത്തരം നടപടികളിലേക്ക് പോവുക. ഏതായാലും ദേവസ്വം ബോർഡിന്റെ അനുമതിയോടുകൂടി സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നു. ആ സ്വർണ്ണക്കൊള്ളയ്ക്ക് ദേവസ്വം ബോർഡും ഒത്താശ ചെയ്തിരിക്കുന്നു എന്ന ഒരു വിലയിരുത്തലേക്ക് തന്നെയാണ് SIT എത്തി നിൽക്കുന്നത്. കാരണം ദേവസ്വം ബോർഡിന്റെ അനുമതിയോടുകൂടി തന്നെയാണ് ഈ സ്വർണ്ണപ്പാളികൾ ശബരിമല സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള കാര്യം വ്യക്തമാണ്. അത് അങ്ങനെ കൊണ്ടുപോയിക്കൂടാ എന്നുള്ള നിയമം അവിടെ ഉണ്ടായിരുന്നു. ആ നിയമം അറിയാവുന്നതായിരുന്നു ദേവസ്വം ബോർഡിനും. അങ്ങനെ അറിയാവുന്ന നിയമം ലംഘിച്ചുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ഇങ്ങനൊരു ഒത്താശ ദേവസ്വം ബോർഡ് ചെയ്തിരിക്കുന്നത്. കാരണം ഉദ്യോഗസ്ഥ തലത്തിൽ മുരാരി ബാബു അടക്കമുള്ള ഉദ്യോഗസ്ഥരാണ് ഈ സ്വർണ്ണക്കൊള്ളയ്ക്കുള്ള കളമൊരുക്കി കൊടുത്തത്, അതിനു വേണ്ടുന്ന രേഖകൾ തയ്യാറാക്കിയത്. ആ രേഖകളിലുള്ള അന്തിമ അനുമതി നൽകിയിരിക്കുന്നത് 2 ദേവസ്വം ബോർഡുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ദേവസ്വം ബോർഡിലേക്ക് അന്വേഷണം നീങ്ങുന്നതും ഇപ്പോൾ ആ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാർ അറസ്റ്റ് ഭീഷണി നേരിടുന്നതും. മാധു, അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അനന്തൻ, ഇപ്പോ മറ്റു വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത് ഈ നമുക്ക് ഓർമ്മയുണ്ട് PS പ്രശാന്ത് ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ ഈ ബോർഡിന് യാതൊരു പങ്കുമില്ല. ഒരുപക്ഷെ അന്ന് നടന്നിട്ടുണ്ടാകും, ഇന്ന് നടന്നിട്ടില്ല, ഇന്ന് നടക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് പറഞ്ഞത്. ഏത് രേഖകൾ വേണമെങ്കിലും പരിശോധിച്ചോളൂ, ഞാൻ കുറ്റക്കാരനാണെങ്കിൽ എന്നെ അടക്കം നിയമ പരിധിയിൽ കൊണ്ടുവരണം എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ കൃത്യമായി SIT ഓരോ ഘട്ടങ്ങളിലായി മുന്നോട്ട് പോകുമ്പോൾ അത് ദേവസ്വം ബോർഡിലേക്ക് വ്യാപിക്കും. ആ അന്വേഷണം അതിന് മറുപടി പറയേണ്ടി വരും പല കാര്യങ്ങൾക്കും എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. 2019 ഒരു കൊള്ള നടന്നു. 2025 യഥാർത്ഥത്തിൽ നടന്നത് അത് മറച്ചു വെക്കാനുള്ള ശ്രമം തന്നെയാണ് എന്ന് കോടതിയും അന്വേഷണ സംഘവും കരുതുന്നു. കോടതി 2 ദേവസ്വം ബോർഡുകളെയും സംശയനിഴലിൽ തന്നെ നിർത്തിക്കൊണ്ടാണ് നടപടികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാത്രമല്ല 2019 സ്വർണം അല്ലെങ്കിൽ തങ്കം ഉരുപ്പടികൾ ചെമ്പ് എന്ന് വരുത്തിയായിരുന്നു പുറത്തേക്ക് കൊണ്ടുപോയതെങ്കിൽ 2025 അങ്ങനെയുള്ള ഉരുപ്പടികൾ പുറത്തേക്ക് കൊണ്ടുപോയിക്കൂടാ എന്ന് കൃത്യമായ ബോധ്യത്തോടെ ഉണ്ടായിട്ടുള്ള ബോർഡ് തന്നെയാണ് ആ ഉരുപ്പടികൾ കൊണ്ടുപോകാനുള്ള അനുമതി നൽകിയത്. മാത്രമല്ല അങ്ങനെ കൊണ്ടുപോകുന്നത് ചട്ടവിരുദ്ധമാണ്. അതിനൊപ്പം തന്നെ ഈ പറയുന്ന സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകരുത് എന്നതടക്കം ഒരു
ഉദ്യോഗസ്ഥൻ അതിന് തടസ്സവാദം ഉന്നയിക്കുകയും ചെയ്തു, അത് രേഖാമൂലം നൽകുകയും ചെയ്തു. എന്നിട്ട് പോലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ആ ചട്ടത്തെ ലംഘിക്കാൻ 2025 ദേവസ്വം ബോർഡും കൂട്ടുനിന്നു എന്നാണ് രേഖകളിൽ നിന്ന് SITക്ക് വ്യക്തമായിരിക്കുന്നത്. അപ്പോൾ അത് എന്തിനു വേണ്ടിയാണ്? അതിനുവേണ്ടി ഏത് തരത്തിലുള്ള ഗൂഢാലോചനയാണ് നടന്നത്? അതിൽ ഈ ദേവസ്വം ബോർഡിന്റെ ലാഭം എന്താണ്? ഈ കാര്യങ്ങളാണ് SIT ഇപ്പോൾ അന്വേഷിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കൃത്യമായ തെളിവുകൾ അതിൽ ഫോൺ കോൾ രേഖകൾ അടക്കം പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം രേഖകളിൽ കൃത്യത വന്നു കഴിഞ്ഞാൽ കർശനമായ നടപടികളിലേക്ക് പോകും എന്ന് തന്നെയാണ്. മാത്രമല്ല, ഈ രണ്ട് ദേവസ്വം ബോർഡുകൾക്കും ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് തലയൂരാൻ കഴിയില്ല എന്ന രീതിയിലുള്ള സൂചനകളാണ് SITയിൽ നിന്ന് ലഭിക്കുന്നത്. കാരണം സ്വർണ്ണക്കൊള്ള നടന്നു എന്നുള്ളത് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു, അതിന്റെ തൊണ്ടി മുതലും കണ്ടെടുത്തിരിക്കുന്നു. അപ്പോൾ ആ സ്വർണ്ണക്കൊള്ളയ്ക്ക് എല്ലാ ഒത്താശയും നടന്നിരിക്കുന്നത് ദേവസ്വം ബോർഡിൽ നിന്നാണ്. അത് ഉദ്യോഗസ്ഥരും ബോർഡും തന്നെയും അതിന് പല രീതിയിലുള്ള സാങ്കേതികമായ ഒത്താശകളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിൽ എന്ത് ലാഭമാണ്, എന്ത് ബേസിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അങ്ങനെ ഒരു വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തത് എന്നുള്ളതാണ് SIT ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഏതായാലും ഇതിനു മുൻപ് ഈ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പോലും അനന്തൻ വളരെ കൃത്യമായി പറയുന്ന ഒന്നാണ്, ഇത് ദേവസ്വം അധികൃതരുടെ, ഉന്നത അധികൃതരുടെ അറിവോ സമ്മതമോ സമ്മർദ്ദമോ നിർദ്ദേശമോ ഇല്ലാതെ ഉദ്യോഗസ്ഥർക്ക് മാത്രം സാധ്യമായ ഒരു കാര്യമല്ല എന്നുള്ളത്. ആ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതിന്റെ പേരിൽ SIT അന്വേഷണം ഹൈക്കോടതി നിർദ്ദേശിച്ചപ്പോൾ ഇനിയിപ്പോൾ SIT അന്വേഷണം കഴിയട്ടെ എന്ന നിലയാണ് കൈക്കൊണ്ടത്. ഇതുവരെ നടന്ന ഒന്നിലും ദേവസ്വം ബോർഡിലേക്ക് എത്തിയിട്ടില്ല എന്നൊരൊറ്റ കാര്യത്തിൽ ആശ്വാസം കണ്ടെത്തുകയായിരുന്നു ഇവിടുത്തെ അധികൃതരടക്കം. ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് ഓരോ ഘട്ടങ്ങളിലായി അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ 6 ആഴ്ച അന്വേഷണം ഏതാണ്ട് പകുതിയും പിന്നിടുകയാണ്. ആ സമയത്ത് കൃത്യമായി ദേവസ്വം ബോർഡിലേക്ക് തന്നെ അന്വേഷണം എത്തുന്നു. മാധു, ഇതിൽ ദേവസ്വം ബോർഡിനെ കൂടി അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരാതെ ഈ കേസ് അന്വേഷണം അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ SITക്ക് ഉണ്ട്. കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും ആരും അറിയാതെ സന്നിധാനത്ത് കടന്നുകൂടിയിട്ടല്ല ഈ മുതലുകൾ എടുത്തുകൊണ്ടുപോയി അതിൽ നിന്ന് സ്വർണം തട്ടിയെടുത്തത്. അത് രേഖാമൂലം ദേവസ്വം ബോർഡിൻ്റെയൊക്കെ അനുമതി ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ്. 2025 ഏറ്റവും ഗൗരവമായ നടപടി എന്ന് പറയുന്നത് ഇത് കൊണ്ടുപോയിക്കൂടാ എന്നുള്ള തടസ്സവാദം ഒരു ഉദ്യോഗസ്ഥൻ ഉന്നയിക്കുന്നു. അതിനെ മറികടന്നുകൊണ്ട് ആണ് ദേവസ്വം ബോർഡ് അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അതിന് ഒപ്പം ആളെ വിട്ടോ എന്നുള്ള കാര്യമൊന്നും ഒരു പ്രസക്തിയുമില്ല. അതിൽ തടസ്സവാദം ഉന്നയിക്കപ്പെട്ടതുകൊണ്ടാണ് അത്തരം ഒരു കാര്യത്തിലേക്ക് ദേവസ്വം ബോർഡ് കമ്പൽ ആക്കപ്പെടുകയായിരുന്നു, അതായത് അതിന് നിർബന്ധിതമാവുകയായിരുന്നു എന്നാണ് SITയുടെ കണ്ടെത്തൽ. അതല്ലാതെ സ്വമേധയാ ദേവസ്വം ബോർഡ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതല്ല. അപ്പോൾ കൊണ്ടുപോയിക്കൂടാത്ത ഉരുപ്പടി വീണ്ടും കൊടുത്തുവിടാൻ ഈ ദേവസ്വം ബോർഡ് തീരുമാനിച്ചതിന്റെ പിന്നിലുള്ള ചേതോവികാരം, അതിനുവേണ്ടി എന്ത് സ്വാധീനമാണ് ആ ദേവസ്വം ബോർഡിന് മുകളിൽ വന്നത് എന്നുള്ള കാര്യമാണ് അന്വേഷിക്കുന്നത്. മാത്രമല്ല, അവിടെ